അപ്പോൾ ദുൽഖർനൈനിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണാധികാരിക്ക് തങ്ങളുടെ പ്രജകൾക്ക് മേലുള്ള ഒരു ബാധ്യതയാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലെ. അവർ പറയുന്നത് ഏത് വിധത്തിലുള്ള കരവും ടാക്സും ഞങ്ങൾ അടയ്ക്കാം, ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഭിത്തി പണിത് തരണമെന്നാണ്. അപ്പോൾ അത് ഒരു സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അതിന് നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല, നിങ്ങളുടെ ശക്തി കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി എന്നാണ് ദുൽഖർനൈൻ പറയുന്നത്. പിന്നീട് അവരോട് ഇരുമ്പ് കട്ടികൾ കൊണ്ടുവന്ന് തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 2 മലകൾക്കിടയിൽ മതിൽ പണിത് കഴിഞ്ഞ സമയത്ത് അവരോട്, ആ ജനതയോട് തീ ഊതി പടർത്താൻ വേണ്ടി ആവശ്യപ്പെടും. പിന്നീട് അതിലേക്ക് ചെമ്പ്, കോപ്പർ ഒഴിക്കും. അങ്ങനെ സുഭദ്രമായിട്ടുള്ള സ്ട്രോങ് ആയ ഒരു ഭിത്തി പണിത് കഴിയും. യജൂജുകൾക്ക് അത് കയറി കടന്നു വരാനോ അതിൽ തുരങ്കമുണ്ടാക്കി അല്ലെ അങ്ങനെ ഇവരുടെയൊക്കെ അടുത്തേക്ക് എത്താനോ ഒന്നും സാധിക്കില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മതിലാണ് അദ്ദേഹം പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും ആ ഭിത്തി പണിത് കഴിഞ്ഞ വേളയിൽ അദ്ദേഹം പറയുന്നത്, ദുൽഖർനൈൻ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദത്തം എത്തിക്കഴിഞ്ഞാൽ അവൻ ഇതിനെ നിരത്തി തരിപ്പണമാക്കി കളയും എന്നാണ് പറയുന്നത്. എൻ്റെ റബ്ബിൻ്റെ വാഗ്ദത്തമാവട്ടെ അത് പാലിക്കുക തന്നെ ചെയ്യും, അഥവാ അത് പുലരുക തന്നെ ചെയ്യും, സത്യമാണല്ലോ എന്ന് ദുൽഖർനൈൻ പറയുകയാണ്. ഇത്ര ബലിഷ്ഠമായിട്ടുള്ള സുഭദ്രമായിട്ടുള്ള ഒരു വാൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ട് അത് എൻ്റെ കഴിവാണ്, ഞാനാണത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് അല്ലേ നമ്മളവിടെ എഴുതി വയ്ക്കുകയൊക്കെ കൊത്തിവെക്കുന്ന കൂട്ടരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വീമ്പ് പറയേണ്ടുന്ന ഒരു വേളയിൽ ദുൽഖർനൈൻ പറയുന്നത്, ഈ ഭിത്തി ഇത്ര സ്ട്രോങ് ആണെങ്കിൽ പോലും അത് എറ്റേണൽ അല്ല. അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയം വരെ മാത്രമേ ആ ഭിത്തി നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പരലോക വിശ്വാസിയായിട്ടുള്ള ഒരു റൂളറാണ് ദുൽഖർനൈൻ എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.